അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 12 ഞായറാഴ്ച. അടുത്ത വർഷം 75 വയസ്സ് തികയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ പാർട്ടി നിയമം അനുസരിച്ച് അടുത്ത വർഷം റിട്ടയർ ആകുമെന്നും ഇപ്പോൾ നരേന്ദ്രമോദി വോട്ട് ചോദിക്കുന്നത് അമിത്ഷായ്ക്ക് വേണ്ടിയാണെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഒരു രാജ്യം ഒരു നേതാവ് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മിഷന്റെ ഭാഗമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയ ഭാവി ഉടൻ തന്നെ ഇല്ലാതാകുമെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. 75 വയസ്സ് കഴിഞ്ഞാൽ പദവി ഒഴിയണമെന്ന് BJPയുടെ ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ലെന്നും ഇത്തവണയും ഭാവിയിലും മോദി തന്നെ തുടരുമെന്നും BJPയിൽ ആശയക്കുഴപ്പമില്ലെന്നും അമിത്ഷാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊഴം അവസാനിച്ചുവെന്നും 75 വയസ്സായാൽ റിട്ടയർ ചെയ്യേണ്ടി വരുമെന്നുമുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വിമർശനത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 75 വയസ്സായാൽ നരേന്ദ്രമോദി വിരമിക്കുമെന്നും അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്നുമുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണം അസംബന്ധമാണെന്ന് BJP നേതാവ് രാജ്നാഥ് സിംഗ്. നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകുമെന്നും BJPയിലോ NDAയിലോ ഇക്കാര്യത്തിൽ സംശയമില്ലെന്നും തിരഞ്ഞെടുപ്പിൽ BJPയും NDAയും ഉജ്ജ്വല വിജയം നേടുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. മുൻ ജസ്റ്റിസുമാരായ മദൻ ബി ലോകൂർ, അജിത് പി ഷാ, ദി ഹിന്ദു മുൻ എഡിറ്റർ N റാം എന്നിവരുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള തുറന്ന സംവാദം എന്ന ആശയത്തിന് സമ്മതമറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ആരോഗ്യകരമായ ജനാധിപത്യത്തിനായി ഒരൊറ്റ വേദിയിലൂടെ തങ്ങളുടെ കാഴ്ചപ്പാട് രാജ്യത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത് പ്രധാന പാർട്ടികൾക്ക് ഒരു നല്ല സംരംഭമായിരിക്കുമെന്നും കോൺഗ്രസ് ഈ സംരംഭത്തെ സ്വാഗതം ചെയ്യുകയും ചർച്ചയ്ക്കുള്ള ക്ഷണം സ്വീകരിക്കുകയും ചെയ്യുന്നുവെന്നും രാഹുൽ വ്യക്തമാക്കി. ഈ സംവാദത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നുവെന്നും രാഹുൽ ട്വിറ്ററിൽ കുറിച്ചു. വിശ്വഗുരു എന്നാണ് നിങ്ങളുടെ ആളുകൾ നിങ്ങളെ വിളിക്കുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പാകുമ്പോൾ വിശ്വഗുരു കരയാൻ തുടങ്ങും, കോൺഗ്രസിനെ ദേശവിരുദ്ധരാക്കാനും. അതിനു പകരം പാകിസ്ഥാനെ തകർത്ത തന്റെ മുത്തശ്ശി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയിൽ നിന്ന് ധൈര്യവും നിശ്ചയദാർഢ്യവും പഠിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. കോൺഗ്രസിനെതിരെയുള്ള നരേന്ദ്രമോദിയുടെ പാകിസ്ഥാൻ പ്രസംഗങ്ങൾക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു പ്രിയങ്ക. ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് താനെഴുതിയ കത്തുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പരാമർശങ്ങൾ അത്ഭുതപ്പെടുത്തിയെന്നും ഭരണകക്ഷിയിലെ നേതാക്കൾ നടത്തുന്ന വർഗീയ പരാമർശങ്ങളിൽ അടിയന്തര നടപടിയില്ലാത്തത് അമ്പരപ്പിക്കുന്നുവെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. പ്രതിപക്ഷം നൽകിയ പരാതികളിൽ ഇതുവരെയും കമ്മീഷന്റെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും കമ്മീഷൻ ഉപദേശരൂപേണ പൌരന്മാരെ ഭീഷണിപ്പെടുത്തുകയാണെന്നും ഖാർഗെ അഭിപ്രായപ്പെട്ടു. മെയ് 7 നടന്ന മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗിന്റെ ഏറ്റവും ഒടുവിലത്തെ വോട്ടിംഗ് ശതമാന കണക്ക് പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷന്റെ പുതിയ കണക്കുകൾ പ്രകാരം 65.68% മൂന്നാം ഘട്ടത്തിലെ ആകെ പോളിംഗ്. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഒടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. നിയന്ത്രിക്കാൻ ആരുമില്ലാതെ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് കേരളത്തിലെ പോലീസ് സംവിധാനമെന്നും ക്രമസമാധാനം പൂർണ്ണമായി തകർത്ത് ആർക്കും നിയമം കയ്യിലെടുക്കാവുന്ന സ്ഥിതിയിലേക്കാണ് സർക്കാരും ആഭ്യന്തര വകുപ്പും കേരളത്തെ എത്തിച്ചിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ടൂറിന് പോയ ആഭ്യന്തരമന്ത്രിയുടെ തിരിച്ചുവരവിനെ കാത്തിരിക്കാതെ ക്രിമിനലുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും ക്രമസമാധാനം നടപ്പാക്കാനുമുള്ള നിർദ്ദേശം നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി തയ്യാറാകണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഗുണ്ടാ സംഘം യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സാഹചര്യത്തിലാണ് VD സതീശന്റെ വിമർശനം. തൃപ്പൂണിത്തുറയിൽ 70 വയസ്സുള്ള അച്ഛനെ ഉപേക്ഷിച്ച് മകൻ കടന്നുകളഞ്ഞ സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ SHOയോട് കമ്മീഷൻ അംഗം VK ബീനാകുമാരി ആവശ്യപ്പെട്ടു. സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ R ബിന്ദുവും നിർദ്ദേശം നൽകി.
പരാജയം ഉറപ്പായപ്പോൾ സമനില തെറ്റിയ CPM നാട്ടിൽ വർഗീയ വിഭജനത്തിന് ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കരുതെന്ന് CPMനോട് കൈകൂപ്പി പറയുന്നുവെന്നും നിങ്ങൾ ശ്രമിച്ചാലും അത് നടക്കില്ലെന്നും ഞങ്ങൾ ജനങ്ങളെ ചേർത്ത് പിടിച്ച് പ്രതിരോധിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. വടകരയിൽ UDF നടത്തിയ ജനകീയ ക്യാമ്പയിനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF RMP ജനകീയ പ്രതിഷേധത്തിൽ KK ശൈലജയ്ക്കെതിരെ വടകരയിലെ അശ്ലീല വീഡിയോ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീവിരുദ്ധ പരാമർശവുമായി RMP നേതാവ് KS ഹരിഹരൻ. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷാഫി പറമ്പിലുമടക്കമുള്ളവർ പങ്കെടുത്ത പരിപാടിയിൽ വെച്ചായിരുന്നു വിവാദ പരാമർശം വിവാദമായതോടെ KS ഹരിഹരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഖേദം പ്രകടിപ്പിച്ചു. ഇടത് ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്ന് പറഞ്ഞു നടന്ന പിണറായി വിജയൻ ത്രിപുരയിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാതെ സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പോയതായിരിക്കുമെന്ന് പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കരമനയിൽ അഖിൽ എന്ന യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ പിടിയിൽ. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ അനീഷിനെ ബാലരാമപുരത്തു നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. കടലാസിൽ നോക്കാതെ ഒഡീഷയിലെ എല്ലാ ജില്ലകളുടെയും അവയുടെ തലസ്ഥാനങ്ങളുടെയും പേര് പറയാമോ എന്ന് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനെ വെല്ലുവിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താൻ ഭരിക്കുന്ന സംസ്ഥാനത്തെ ജില്ലകളുടെ പേര് പറയാൻ അദ്ദേഹത്തിന് സാധിക്കില്ലെങ്കിൽ നിങ്ങളുടെ വേദനകൾ അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കുമെന്നും മോദി ചോദിച്ചു. ഒഡീഷയിലെ കണ്ടമാലിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിൽ YSRCP സ്ഥാനാർത്ഥി ശില്പ രവിചന്ദ്ര റെഡ്ഡിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്ത തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുനെതിരെ കേസെടുത്തു. വരണാധികാരിയുടെ അനുമതിയില്ലാതെ ആളെ കൂട്ടിയതിനാണ് നന്ദ്യാൽ പോലീസ് കേസെടുത്തത്. ഹരിയാനയിലെ നായബ് സൈനി സർക്കാരിനെ 3 സ്വതന്ത്ര MLAമാരെ കൂടാതെ ഒരു സ്വതന്ത്ര MLA കൂടി പിൻവലിച്ചു. മേഹം MLAയായ ബൽരാജ് കുണ്ടുവാണ് ഗവർണർക്ക് കത്ത് നൽകിയത്. ഇതോടെ ഹരിയാനയിൽ BJP സർക്കാരിനെ പിരിച്ചുവിടാൻ ഗവർണർക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കി പ്രതിപക്ഷം. ഗുരുതരമായ ലൈംഗിക ആരോപണം നേരിടുന്ന പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് എന്തുകൊണ്ടാണ് ഇതുവരെയും രാജിവെക്കാത്തതെന്നും ഇക്കാര്യം ഗവർണർ ജനങ്ങളോട് വിശദീകരിക്കണമെന്നും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ച രാജ്ഭവൻ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതാണെന്നും സംഭവം നടന്ന ദിവസത്തെ മുഴുവൻ ദൃശ്യങ്ങളും തന്റെ കയ്യിലുണ്ടെന്നും മമത അവകാശപ്പെട്ടു. ഇനിയും രാജി വൈകിക്കാനാകില്ലെന്നും എത്രയും വേഗം ഗവർണർ രാജിവെക്കണമെന്നും ബംഗാൾ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിനെ തുടർന്നായിരിക്കാം മകൻ വരുൺ ഗാന്ധിക്ക് BJP സീറ്റ് നിഷേധിച്ചതെന്നും മറ്റൊരു കാരണവും പ്രത്യക്ഷത്തിൽ കാണാനില്ലെന്നും വരുണിനെ സീറ്റ് നിഷേധിച്ചത് അമ്മ എന്ന നിലയിൽ സങ്കടപ്പെടുത്തിയെന്നും BJP നേതാവ് മനേക ഗാന്ധി. പിലിഭിത്തും ഇന്ത്യയുമാണ് വരുണിന്റെ കർമ്മഭൂമിയെന്നും സുൽത്താൻപൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ മനേക ഗാന്ധി പറഞ്ഞു. ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റൻ ഋഷഭ് പന്തിനെ BCCI IPLലെ ഒരു മത്സരത്തിൽ നിന്ന് വിലക്കി. കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിലാണ് BCCIയുടെ തീരുമാനം. നേരത്തെ 2 തവണ കുറഞ്ഞ ഓവർ നിരക്കിന് ഋഷഭ് പന്തിനെ പിഴശിക്ഷ വിധിച്ചിരുന്നു. രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ 3ാം തവണയും തെറ്റ് ആവർത്തിച്ചതോടെയാണ് ഋഷഭ് പന്തിനെ പിഴയ്ക്ക് പുറമെ ഒരു മത്സര വിലക്കും BCCI അച്ചടക്ക സമിതി വിധിച്ചത്. ഇതോടെ ഇന്ന് നടക്കുന്ന റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ ഋഷഭ് പന്തിനെ പുറത്തിരിക്കേണ്ടി വരും. IPLൽ ഇന്നലെ മഴ കാരണം വൈകി ആരംഭിച്ച് 16 ഓവറായി ചുരുക്കിയ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 18 റൺസിന് തോൽപ്പിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈക്ക് നിശ്ചിത 16 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 139 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഈ ജയത്തോടെ IPL 2024 സീസണിൽ പ്ലേ ഓഫിലെത്തുന്ന ആദ്യ ടീമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.